കേട്ടോ നല്ലൊരു ഇൻസ്പിറേഷൻ നല്ലൊരു മൂവിയാണ്. മറ്റേ പണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിരെ തമിഴ്നാട്ടിൽ നടന്നൊരു കലാപത്തിൻ്റെ കഥയാണ്. നടന്നൊരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഒരു മലയാളം ക്യാമിയോയും വരുന്നുണ്ട്. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇൻട്രോൾസിന് നല്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ശിവകാർത്തിൻ്റെ അടിപൊളി റോള്. അതുപോലെ തന്നെ ജയൻ രവി കിഡ്പറായിട്ട് നല്ലൊരു വില്ലൻ റോളും ചെയ്തിട്ടുണ്ട്. ജയൻ രവി അല്ല, ഇപ്പം ജയമോഹൻ കേട്ടോ. ഓക്കെ, തമിഴ് പടം കണ്ടത്. കാരണം തമിഴ് പടം എന്ന് പറഞ്ഞാൽ അടിപ്പടങ്ങളായിരുന്നു. ഇതിൽ വയലൻസ് ഉണ്ടെങ്കിലും അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് വയലൻസ് ആണ്. പിന്നെ എല്ലാവരും തന്നെ പെർഫോം ചെയ്തു. ശിവകാർത്തി നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ഹിസ്റ്റോറിക് മൂവിയാണ്, സീരിയസ് മൂവിയാണ്. ലാംഗ്വേജ് തമിഴ് ലാംഗ്വേജിൻ്റെ ഒരു ഫൈറ്റാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ. ഇതൊരു മാസ് മസാല മൂവിയല്ല. എന്നാൽ യാതൊരു ലാഗും ഇല്ല, ഒട്ടും ബോഡിക്കില്ല. എല്ലാവരും ആക്ടേഴ്സ് നമ്മുടെ പുള്ളിപ്പുള്ളി ഗീത, പിന്നെ നമ്മുടെ എല്ലാവരും ബേസ് ജോസഫ് എല്ലാവരും ചെയ്തത്. ശിവകാർത്തികൻ നായികയാണെങ്കിലും മോളത്തിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാസ്റ്റ് ശരിയായി തോന്നിയില്ല. ഇത് നടന്ന സംഭവമാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. കൊള്ളാം. പടം അതിൻ്റേതായ ഒരു തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. ചിലപ്പോൾ OTT കിട്ടിയ ആ ഫീൽ കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അജണ്ടേൻ്റെ അനുസരിച്ച് ഇപ്പോൾ കാണേണ്ട ഒരു പടമാണ്. ബേസിൽ വരുന്ന ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയ ക്യാമിയാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് വന്നപ്പോൾ നല്ല തിയേറ്റർ മൂവ്മെൻ്റ് ആയിരുന്നു. രവിമോഹൻ്റെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ആളെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യുന്ന തന്നെ മാക്സിമം ആൾ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് പിടിച്ചെടുത്തു. ജയൻ രവി ആയിക്കോട്ടെ മറ്റാളായിക്കോട്ടെ, രണ്ടാളും പെർഫോമൻസ് ഉണ്ട് പക്ക. നമുക്കൊക്കെ ചിന്തിക്കാനും കൂടിയും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായി ഇത്രയും പോരാളികൾ പിന്നെ ഉണ്ടെങ്കിൽ എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ പോരാളികളുടെയും ഓരോ നേട്ടങ്ങളാണ് ഈ നമ്മൾ ഓരോ രാജ്യത്ത് നിൽക്കുന്ന പല ആളുകളും. എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് രണ്ടാളും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ്. രണ്ടാൾക്കും ജയനവി ആയിക്കോട്ടെ, ജയനവി നേറ്റീവ് റോളിൽ വരുന്നെന്നുണ്ടെങ്കിലും തകർപ്പൻ സാധനമാണ്. പിന്നെ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് കാണാം. മസ്റ്റ് വാച്ചാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലവിൽ കൂടുന്ന പല ആളുകളും ഈ സിനിമ കാണേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജാതി മതത്തെ പറ്റിയിട്ടോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പോരാടിയ ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ ഓരോ പടങ്ങൾ കാണുമ്പോഴും ചിലർക്കൊന്നും ഇത് അറിയണ്ടാവില്ല. എന്നാലും എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. ബേസിൻ്റെ ചെറിയൊരു എൻട്രി ആണെന്നുണ്ടെങ്കിലും സൂപ്പർക്ക് ബിഗ് സല്യൂട്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പോരാളിയും കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് ജാതി മതത്തിൻ്റെ മാത്രമല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരൊറ്റ കാര്യമാണ്. പടം കണ്ടു, ഗംഭീരമായിരുന്നു. ഗംഭീരം, അതിഗംഭീരം. അത് വെച്ചാൽ എല്ലാവരും തകർത്തഭിനയിച്ചിട്ട് ഇതായിട്ടേ നന്നായിട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം പൂർവീകർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഇപ്പോൾ ഈ സിനിമയിൽ കൂടെ ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പഴയ കാലഘട്ടം അത് ഈ ആർട്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ആ ഒരു രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ട് ഓരോ മുക്കുമ്പോലും ഓരോ കാര്യങ്ങളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് വേണ്ടി പൂർവ്വം കഷ്ടപ്പെട്ട് ഇത് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ കണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് അറിയുന്നില്ല. പടം നന്നായിട്ടുണ്ട്, ഗംഭീരം.